ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ്. അപ്പോൾ ഒരു വിഷയത്തിൻ്റെ സ്കോപ്പ് ചോദിക്കുകയാണെങ്കിൽ ആ വിഷയം ഏതെല്ലാം മേഖലകളെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഏതെല്ലാം മേഖലയാണ് ആ വിഷയം ടച്ച് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഏതെല്ലാം മേഖലകളെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുൻകാലങ്ങളിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ സ്കോപ്പ് വളരെ പരിമിതമായിരുന്നു എന്ന് പറയാം. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് അത്ര സ്കോപ്പ് ഉള്ള ഒരു വിഷയമായിരുന്നില്ല മുൻകാലങ്ങളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയെക്കുറിച്ചും രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പഠനത്തിൽ മാത്രം അത് ഒതുങ്ങി നിന്നു. അതായത് യൂറോപ്പിലെ ഭരണഘടനകളെക്കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുന്നതിലാണ് മുൻകാലങ്ങളിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ശ്രദ്ധ കൊടുത്തിരുന്നത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെയാണ് അത് പഠിച്ചത്. ബ്രിട്ടൻ്റെ ഭരണഘടനയെ അത് മാതൃ ഭരണഘടനയായിട്ട് അംഗീകരിക്കുകയും അങ്ങനെ ബ്രിട്ടൻ്റെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് മറ്റു ഭരണഘടനകളെ അളക്കുന്ന മറ്റു ഭരണഘടനകളെ കമ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് മുൻകാലങ്ങളിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ശ്രദ്ധിച്ചത്. മനസ്സിലായതോ? അതായത് യൂറോപ്പിലെ ഭരണഘടനകളെക്കുറിച്ചാണ് മുമ്പ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ശ്രദ്ധ. അതിൽ തന്നെ ബ്രിട്ടൻ്റെ ഭരണഘടനയെ മാതൃ ഭരണഘടനയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ്റെ ഭരണഘടനയെ ഒരു അളവുകോലായിട്ട് ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനകളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടൻ്റെ ഭരണഘടനയെ ഒരു അളവുകോലായിട്ട് കാണുകയും ആ രീതിയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നൊരു വിഷയം മാത്രമായിരുന്നു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അന്ന് ആ വിഷയത്തിന് അത്ര തന്നെ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ സ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇന്ന് ഭരണഘടനയെക്കുറിച്ചും രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചും മാത്രമുള്ള പഠനം അല്ല, അതിനപ്പുറത്തേക്ക് ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്? വളർന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ പഠന മേഖല വളരെ വിശാലമാണ് എന്ന് പറയാം. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ് വളരെ വിശാലമായിട്ടുണ്ട് എന്നെന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പണ്ടത്തെ പോലല്ല ഇന്ന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ സ്കോപ്പ് വിശാലമായിട്ടുണ്ട്. ഇന്ന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇന്ന് ലോകത്തെ വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളെ താരതമ്യം ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പറ്റിയും രാഷ്ട്രീയ ചുമതലകളെക്കുറിച്ചൊക്കെ അത് പഠനം നടത്തുന്നുണ്ട്. അതായത് വികസിത രാജ്യങ്ങളാകട്ടെ അവികസിത രാജ്യങ്ങളാകട്ടെ അവിടെയൊക്കെയുള്ള രാഷ്ട്രീയ സമ്പ്രദായങ്ങളെ കൃത്യമായിട്ട് പഠിക്കാൻ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. മുൻകാലങ്ങളിൽ യൂറോപ്പിലെ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലെ ഭരണഘടനയെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് മാത്രമേ അത് പഠനം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തെ എല്ലാ ഭാഗത്തുള്ള വികസിത രാജ്യങ്ങളാകട്ടെ അവികസിത രാജ്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമായിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തുന്ന വിശകലനം ചെയ്യുന്ന ഒരു സബ്ജക്റ്റായിട്ട് ഇന്ന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ്, അതിൻ്റെ പഠന മേഖലയാണ് നമ്മളിനി ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റഡി ഓഫ് ഓൾ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ലോകത്തെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ഘടനയെക്കുറിച്ചും പഠിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എല്ലാ രാഷ്ട്രീയ ഘടനകളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അത് എന്താണ്? രാഷ്ട്രീയ ഘടനകൾ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ രാഷ്ട്രീയ ഘടനകൾ പഠിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റേതല്ലാത്ത ഗവൺമെൻറ് ഇതര രാഷ്ട്രീയ ഘടനകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആര് പഠിക്കുന്നുണ്ട്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം പഠിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഘടനകളെക്കുറിച്ച് പഠിക്കുന്ന രാഷ്ട്രീയ സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ഇത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ടച്ച് ചെയ്യുന്ന ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ്, രാഷ്ട്രീയ ഘടനയാണ്. അപ്പോൾ രാഷ്ട്രീയ ഘടന എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഭാഗങ്ങളായ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ തന്നെ ബ്യൂറോക്രസി, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലേ, താല്പര്യ ഗ്രൂപ്പുകൾ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ,
പ്രഷർ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ, അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള രാഷ്ട്രീയ ഘടനകളെ ആര് പഠിക്കുന്നുണ്ട്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠനം നടത്തുന്നുണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒന്നാമത്തെ പഠന മേഖല പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ്, രാഷ്ട്രീയ ഘടനയാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തത് ഫങ്ഷണൽ സ്റ്റഡീസ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് ഒരു ഉപരിപഠനം നടത്തുകയല്ല. അതിനു പകരം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള രാഷ്ട്രീയ ഘടനകളെക്കുറിച്ചും ആ രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചും ആ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന ചുമതലകളെക്കുറിച്ചും ആര് പഠനം നടത്തുന്നുണ്ട്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠനം നടത്തുന്നുണ്ട്. മനസ്സിലായോ? ഫങ്ഷണൽ സ്റ്റഡീസ്, അതായത് ഓരോ രാഷ്ട്രീയ ഘടനയുടെയും ഓരോ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയും അവ നിർവഹിക്കുന്ന ചുമതലകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആര് പഠനം നടത്തുന്നുണ്ട്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രക്രിയകൾ, അല്ലേ, പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, അല്ലേ. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് രാഷ്ട്രീയമായിട്ടുള്ള ആശയവിനിമയം, അല്ലേ, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, ഭരണത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. നയരൂപീകരണത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, പോളിസി മേക്കിങ്ങിനെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠനം നടത്തുന്ന ഒരു സബ്ജക്റ്റാണ് ഏത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ ഘടനകൾ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ ചെയ്യുന്ന ഫങ്ഷന്, അതിൻ്റെ ചുമതലകളെ പറ്റി, അല്ലേ. അപ്പോൾ ഭരണം, അല്ലേ, ഗവൺമെൻറ് എങ്ങനെയാണ് ഭരണം നടത്തുന്നത്, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നയങ്ങൾ, ഗവൺമെൻറ് നയങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ സ്ഥാപനങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ പറ്റി മാത്രമല്ല പഠിക്കുന്നത്, ആ ഓരോ രാഷ്ട്രീയ ഘടനയുടെയും ഫംഗ്ഷനെക്കുറിച്ച്, ചുമതലകളെക്കുറിച്ചും കൂടി പഠിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? അടുത്തത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠന വിധേയമാക്കുന്ന മൂന്നാമത്തെ മേഖല സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ, രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ജനങ്ങളുടെ രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ രാഷ്ട്രീയ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്, ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എങ്ങനെയാണ്, രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ്, അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതർ എങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്നത്, ബഹുജനങ്ങൾ, അല്ലേ, സാധാരണക്കാരായ ജനങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ രാഷ്ട്രീയ പെരുമാറ്റത്തെ വളരെ വിശദമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുന്ന, ഓരോ രാജ്യത്തുമുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ പെരുമാറ്റം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ എന്തിനാ കാണേണ്ടത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെ കാണേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ 3 ചുമതലകൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്ന വിഷയം, അല്ലേ, രാഷ്ട്രീയ ഘടനയെക്കുറിച്ച്. അതുപോലെ തന്നെ ഫങ്ഷണൽ സ്റ്റഡീസ്, ഓരോ രാഷ്ട്രീയ ഘടന, രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ചുമതലകളെ പറ്റി പഠിക്കുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. മൂന്നാമത്തത് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ, രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ച്, ജനങ്ങളുടെ രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ് പറയുമ്പോൾ അതിൽ നാലാമത്തത് സ്റ്റഡി ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അല്ലേ, അതായത് സാമ്യതകളെക്കുറിച്ചും വ്യത്യാസങ്ങളെക്കുറിച്ചും പഠിക്കുന്ന വിഷയമായിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. അതായത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ഭരണഘടന, രാഷ്ട്രീയ പ്രക്രിയകൾ, രാഷ്ട്രീയ സമ്പ്രദായങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്തിട്ട് ഈ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യതകളും കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. മനസ്സിലായോ? അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രക്രിയകൾ, രാഷ്ട്രീയ സമ്പ്രദായങ്ങൾ, ഇതിനൊക്കെ താരതമ്യം ചെയ്തിട്ട് അവ തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിഷയമാണെന്ന് ഓർത്തു വെക്കുക. അഞ്ചാമത്തത് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമായിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. അപ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ രാഷ്ട്രീയ സംവിധാനങ്ങളാകട്ടെ, ആഫ്രിക്കയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളാകട്ടെ, ഏഷ്യയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളാകട്ടെ, ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളാവട്ടെ, എല്ലാറ്റിനെയും താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചും വികസനം എത്താത്ത
രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് ആര് പഠിക്കുന്നുണ്ട്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ സ്കോപ്പ് വളരെ വിശാലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് മുൻകാലങ്ങളിൽ അതിന് സ്കോപ്പ് വളരെ കുറവായിരുന്നെങ്കിൽ ഇന്ന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ സ്കോപ്പ് വിശാലമായിട്ടുണ്ട് എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഈ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ 3rd സെമസ്റ്ററിൽ 2 മെയിൻ പേപ്പർ ഉണ്ട്. ആ 2 മെയിൻ പേപ്പറിൻ്റെ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെലഗ്രാം വഴി. അപ്പോൾ അത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.